അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെയൊക്കെ പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്ക് കുറേ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ നമ്മൾ പലതും ചെയ്തു നോക്കാറുണ്ട്. കുറേ ദിക്റുകൾ ചൊല്ലി നോക്കും, സ്വലാത്തുകൾ ചൊല്ലി നോക്കാറുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പൂർത്തിയായി കിട്ടാറുമുണ്ട്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ പൂവണിയാൻ ഒരു ദിവസം അല്ല എങ്കിൽ 2 ദിവസം, അതുമല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങളെ ആഗ്രഹം നടന്നിരിക്കും. ഇൻഷാ അല്ലാഹ്. ഒരു ദിക്റിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. മഹാനായ അബൂ ഹുമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ആരെങ്കിലും വെറും 3 തവണ പറഞ്ഞാൽ അതിൻ്റെ ഖാദിമായ മലക്ക് അയാളോട് വന്ന് പറയും, തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നുവെന്ന്. അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക. അള്ളാഹു നിന്നെ പരിഗണിക്കും. അതുകൊണ്ട് ഈ ഒരു ദിക്റ് വെറും 3 തവണ പറഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരും. എങ്കിൽ ഇത്രക്കും മഹത്വമുള്ള ഒരു ദിക്റ് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റാണ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസവും ടെൻഷനും അടിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരെ എനിക്കറിയാം, സഹോദരിമാരെ അറിയാം. കാരണം വാട്സപ്പിലായിട്ട് ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് പൊട്ടിക്കരയുന്നവരുണ്ട്. ഓരോ ടെൻഷന്, ഭർത്താവിൻ്റെ സ്വഭാവം കാരണം മാനസികമായിട്ട് വല്ലാണ്ട് പ്രയാസത്തിലൂടെ ജീവിച്ച് പോകുന്നവരുണ്ട്. മക്കളുണ്ട്, മക്കളെ വിചാരിച്ചിട്ട് മാത്രം, അങ്ങനെയുണ്ടല്ലോ, മക്കളെ കാര്യം മാത്രം ഓർത്തിട്ട് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കല്ലാതെ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുന്നവരുണ്ട്. അത്രക്കും ടെൻഷനുള്ളവരുണ്ട്. ഒരുപാട് സ്വലാത്തുകൾ നിയ്യത്താക്കി ചൊല്ലി നോക്കുന്നുണ്ട്, ദിക്റുകൾ നിയ്യത്താക്കി ചൊല്ലി നോക്കുന്നുണ്ട്. ഇങ്ങനെ ഈ നിസ്കരിക്കുന്നത് കാണുമ്പോഴും ദിക്റ് ചൊല്ലുന്നത് കാണുമ്പോഴും അങ്ങനെയും ദേഷ്യപ്പെട്ട് അങ്ങനെ ഒരുപാട് പ്രയാസത്തിലുള്ള ഭാര്യമാരുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ മൗലൂദ് കേൾക്കുക, അജ്മീർ ഉസ്താദിൻ്റെയൊക്കെ അദ്കാറുകൾ ഉണ്ടല്ലോ, അത് കേൾക്കാൻ ഫോണിൽ ഓണാക്കി വെച്ചാൽ അത് കേൾക്കുന്നത് കണ്ടിട്ട് അങ്ങനെയും അടിയും പിടിയുമുള്ള അങ്ങനെയും ഉള്ളവരുണ്ട്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. എനിക്ക് അറിയാവുന്നവർ തന്നെ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തീരാൻ വേണ്ടി ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് നിങ്ങൾ ചൊല്ലി നോക്കുക. നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ച് നല്ല തഖ്വയോട് കൂടിയിട്ട്, നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്റ് വെറും 3 തവണ തന്നെ പറഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകുമെന്നാണ്. അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്റാണ് ഈ ദിക്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിക്റുമായിരിക്കും യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ്. അപ്പോൾ ഈ ഒരു ദിക്റ് നിങ്ങൾ ചൊല്ലേണ്ടത്, നിങ്ങളിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന ആളാണ് എങ്കിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ 1000 തവണ ഈ ഒരു ദിക്റ് ചൊല്ലുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് 1000 തവണ ചൊല്ലുക. 1000 തവണ ചൊല്ലാൻ ഇതിന് അരമണിക്കൂറൊക്കെ ആവുകയുള്ളൂ. ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾ നല്ല ഇഖ്ലാസോട് കൂടിയിട്ട് നിങ്ങളെ മനസ്സിലെ ടെൻഷൻ, മനസ്സിൽ ടെൻഷൻ അടിക്കുന്ന ആ ഒരു ടെൻഷൻ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ദിക്റ് യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ ചൊല്ലുക. എന്നിട്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ കൽബിലുള്ള പ്രയാസം, നിങ്ങളെ വേദന എന്താണോ ആ ഒരു പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരുപാട് സഹോദരിമാരുണ്ട് ഒരുപാട് ടെൻഷൻ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത്. വാട്സപ്പിലൂടെ അവരുടെ ടെൻഷൻ പറഞ്ഞിട്ട് അത് കേൾക്കുന്ന സമയത്ത് വല്ലാണ്ട് ടെൻഷനാണ്, അവരുടെ ആ പ്രയാസം കേൾക്കുന്ന സമയത്ത്. അപ്പം എല്ലാം അള്ളാഹു ഹൈറിലാക്കട്ടെ. എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. എല്ലാം അള്ളാഹു അതിനൊക്കെ ഉള്ളൊരു വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും. ഇതുപോലെയുള്ള കാര്യങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ദിക്റ് വർദ്ധിപ്പിക്കുക, അള്ളാഹുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അടുക്കുക.
എല്ലാം കാണുന്നുണ്ട്. കാണാത്തതൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് അള്ളാഹിനോട് ദുആ ചെയ്ത് പിന്നെ ദുആ നിർത്തിവെക്കും. ഒരുപാട് ഞാൻ ദുആ ചെയ്തു എന്നിട്ട് എനിക്കൊരു ഫലവുമില്ല എന്ന്. അങ്ങനെ നിർത്തിവെക്കരുത്. അള്ളാഹുവിനോട് തുടർച്ചയായിട്ട് പറയുക. അള്ളാഹ്ക്ക് തന്നെ ഇഷ്ടം അള്ളാഹുവിനോട് എല്ലാ ദിവസവും ചെയ്യുന്ന അമൽ എല്ലാ ദിവസവും തുടർച്ചയായി ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മളിപ്പം കുറേ പേരുണ്ട് അങ്ങനെ കുറച്ച് ദിക്റുകളൊക്കെ നിയ്യത്താക്കി ചൊല്ലി നോക്കും, എന്നിട്ട് കുറച്ച് ദിവസമായിട്ട് ചൊല്ലി പിന്നെ ചൊല്ലുകയില്ല. ഒരു 2 ദിവസമൊക്കെ അവർ നിയ്യത്താക്കിയിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെല്ലും. പിന്നെ 3-ാമത്തെ ദിവസം അവർക്കത് ചെല്ലൽ മടിയാവും. പിന്നെ അവർ ചെല്ലില്ല. എന്നിട്ട് അതിനുള്ള ഉത്തരമൊന്നും കിട്ടിയിട്ടില്ല, ഞാൻ ഇതുപോലെ ദിക്റ് ചൊല്ലിയിട്ടുണ്ട്, അങ്ങനെ പറയുകയും ചെയ്യും. അള്ളാഹുവിന് തന്നെ ഇഷ്ടം എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് എല്ലാ ദിവസവും തുടരെയായിട്ട് ചെയ്യുന്ന ഇബാദത്തിനോടാണ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞത് ഈ ഒരു ദിക്റിനെ കുറിച്ചാണ്. മാനസികമായിട്ടുള്ള പ്രയാസവും ശാരീരികമായിട്ടുള്ള പ്രയാസവും എല്ലാത്തിനും അള്ളാഹു നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം കാണിച്ചു തരും. മനസ്സിലുള്ള വേദന എന്താണെങ്കിലും ഈ ഒരു ദിക്റ് നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് യാ അർഹമർ റാഹിമീൻ എന്ന ദിക്റ് ചൊല്ലുക. ഇത് വെറും 3 തവണ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല തഖ്വയോട് കൂടിയിട്ട് തന്നെ ചൊല്ലിയാൽ വെറും 3 തവണ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് 3 തവണ ചൊല്ലി ദുആ ചെയ്താൽ തന്നെ ഉത്തരം കിട്ടുമെന്ന ദിക്റാണിത്. അതുകൊണ്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളാണ് എന്ന് വെക്കുക അപ്പം നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുക. തഹജ്ജുദ് നിസ്കരിക്കാത്ത ആളാണെങ്കിൽ, ഇപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാത്തവരൊന്നും ആരും ഇല്ല കേട്ടോ. തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുക. എന്നിട്ട് വുളു എടുത്തിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ എവിടെയൊന്ന് ഇരുന്നിട്ട് യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന ഈ ഒരു ദിക്റ് നിങ്ങൾ 1000 തവണ ചൊല്ലുക. ഇത് ചൊല്ലി തീർത്തതിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ വളരെ താഴ്മയോട് കൂടിയിട്ട് ദുആ ചെയ്യുക. ഈ പറഞ്ഞ ഈ ഒരു ദിക്റ് നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക. നിങ്ങളെ പ്രയാസം ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് അള്ളാഹു റാഹത്തിലാക്കി തരും. എന്തൊരു കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് വേദനിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങൾ ഹലാലായിട്ടുള്ള എന്തൊരാഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മക്കളുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് വളരെയേറെ മനസ്സിൽ പ്രയാസമുള്ളത്. മക്കളെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഉമ്മമാരുണ്ട്. മക്കളെ സ്വഭാവം ശരിയില്ല, ചീത്ത കൂട്ടുകെട്ടിലാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു ഉദ്ദേശമാണ് നിങ്ങളെ മനസ്സിലുള്ളത്, ആ ഒരു കാര്യത്തിന് ചെയ്യാം. അല്ലെങ്കിൽ ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, അതിന് ഉണ്ടാക്കാനുള്ള പണം കയ്യിലില്ല, അങ്ങനെ ഉള്ളവർ ആ ഒരു മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലുക. അല്ലെങ്കിൽ ഒരുപാട് കടമുള്ളവരുണ്ട്, കടം വീടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി എളുപ്പമാക്കി തരാൻ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ചെല്ലുക. അല്ലെ മക്കളില്ലാത്തവർ മക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിക്റ് മനസ്സിൽ ആ ഒരു ഹലാലായ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലുക. എന്തൊരു ഹലാലായിട്ടുള്ള ഇങ്ങനെ തുടങ്ങിയ എന്തൊരു ഹലാലായിട്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ ഒരു ദിക്റ് ചെല്ലാവുന്നതാണ്. അപ്പം പാതിരാത്രി സമയത്ത് നിങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ആ തഹജ്ജുദ് നിസ്കാരം നിസ്കരിച്ചതിൻ്റെ ശേഷമായിട്ട് ഈ ഒരു ദിക്റ് 1000 തവണ നിങ്ങൾ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അവൻ്റെ ഐഹികവും പാരത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുന്നതാണ് ഇതുപോലെ 1000 തവണ ചൊല്ലിയാൽ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ സമയം മതിയാകും ഇത് ചെല്ലാൻ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് മുതൽ ഈ ഒരു ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ട് നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തുക. തഹജ്ജുദ് നിസ്കരിച്ചാൽ തന്നെ തഹജ്ജുദ് നിസ്കാരം 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നമ്മുടെ പ്രയാസം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ദുആക്ക് ഉത്തരം കിട്ടും. നിങ്ങൾ നിസ്കരിക്കാത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇന്ന് മുതൽ ഒന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് നിങ്ങളെ പ്രയാസം അള്ളാഹുവിനോടൊന്ന് ആ പാതിരാത്രി സമയത്ത് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കൂ. നിങ്ങളെ ദുആക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം നിസ്കാരത്തിന് ശേഷമായിട്ട് ഈ ദിക്റും അതിൽ ഉൾപ്പെടുത്തുക 1000 തവണ. എന്നിട്ട് നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിങ്ങളെ വേദന ഒന്ന് അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞു നോക്കി. ആ ഒരു സമയത്ത്
ഭയങ്കര ഫലം കിട്ടുന്ന സമയമാണ്. എനിക്കൊക്കെ എത്രയോ അനുഭവമുണ്ട് പറയാൻ. തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമുള്ള ദുആക്ക് ഉത്തരം കിട്ടിയത് ഒരു അത്ഭുതമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് പ്രയാസമാണ്, ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ച് നോക്കുക. അതുപോലെ തന്നെ ദിക്റുകളും സ്വലാത്തുകളും വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ചിലവരൊക്കെ പറയുമ്പോൾ ഒരുപാട് നിസ്കരിക്കലുണ്ട്, തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കാറില്ല, ദിക്റും ദുആയും എപ്പോഴും ഉണ്ട്. എന്നാലും പരീക്ഷണമാണ്, അതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമാണ്. അതിലൊക്കെ നമ്മൾ ക്ഷമിക്കുക. ഒരുപാട് 5 വക്ത് നിസ്കാരവും ഉറക്കും ഊണുമില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവർക്ക് എത്രയോ പരീക്ഷണം കൊടുത്തതുണ്ട് അല്ലേ. നമ്മുടെ മുത്ത് റസൂൽ തന്നെ എത്രയോ പരീക്ഷണത്തിലൂടെയാണ് ജീവിതം കടന്നുപോയത്. പിന്നെയൊക്കെ നമ്മുടെ പരീക്ഷണം നമുക്ക് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് അള്ളാഹ് എല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഖൈറിനായിരിക്കും ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഓരോ പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകെ തളർന്നു പോകും. അപ്പോഴൊക്കെ നമുക്ക് കഴിയണം അൽഹംദുലില്ലാ എന്ന് പറയാൻ. നമുക്ക് ആ ഒരു സമയത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അതൊക്കെ നമ്മൾ ഏത് പ്രയാസവും അള്ളാഹു കാണുന്നുണ്ട്, ഏത് ദുഃഖവും അള്ളാഹു കാണുന്നുണ്ട്. അപ്പം അതിൽ വിശ്വസിക്കുക. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, അൽഹംദുലില്ലാ, അതിൽ സമാധാനിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ താനേ നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും ഒക്കെ ഉണ്ടാവും. അപ്പം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. നമ്മുടെ പ്രയാസം മാറിക്കിട്ടും, ബുദ്ധിമുട്ട് മാറിക്കിട്ടും. അപ്പം നിങ്ങൾ ഓരോ ഹലാലായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക കേട്ടോ, വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട്. തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ തഹജ്ജുദ് നിസ്കാരം നിലനിർത്തുക. തഹജ്ജുദ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കുക. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദിക്ർ യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല, നമുക്ക് വളരെ എളുപ്പമുള്ള ദിക്റല്ലേ. യാ അർഹമർ റാഹിമീൻ എന്നാണ്. യാ അർഹമർ റാഹിമീൻ, യാ അർഹമർ റാഹിമീൻ എന്ന ദിക്ർ 1000 തവണ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലുക. 3 തവണ തന്നെ ഇത് വളരെ തഖ്വയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലിയാൽ ഇതിന് നിങ്ങൾ ഈ 3 തവണ യാ അർഹമർ റാഹിമീൻ എന്ന് നിങ്ങൾ ഉരുവിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആക്ക് തന്നെ ഉത്തരമുണ്ട് എന്നാണ്. അപ്പം അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണിത്. അതുകൊണ്ട് ഒരുപാട് വേദനയിലൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഒരുപാട് പ്രയാസത്തിലൂടെയാണ്, ആരോടും ഒന്ന് പറയാനില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. ഒന്ന് തുറന്ന് പറയാൻ ഒരാളോടും, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നേരത്തെ ഒരു സഹോദരി, ഭർത്താവിൻ്റെ സ്വഭാവം, ആ ഒരു സഹോദരി പറഞ്ഞത് കേട്ടാൽ നമ്മൾക്ക് കരച്ചിൽ നിർത്തില്ല. കാരണം ഇതാരോടും പറയാൻ പറ്റാത്ത അവസ്ഥ. ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മനസ്സിനൊരു സമാധാനം, സ്വന്തം വീട്ടിൽ പോയിട്ടും പറയാൻ വയ്യാത്ത അവസ്ഥ. അപ്പം അവർ ഇവളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇവളുടെ ഓരോ കാര്യം കൊണ്ടാണ്, നീ അങ്ങനെ ആക്കിയിട്ടാണ് അവൻ അങ്ങനെ ആയത്, അങ്ങനെയുള്ള കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണ് കിട്ടാനുള്ളത്. അതുകൊണ്ട് ആരോടും പറയാനില്ല. മക്കളൊക്കെ വലുതായി വരികയാണ്. മക്കളും ഇത് കണ്ട് ടെൻഷനിലാണ്, സമാധാനമില്ല. ഉണ്ടാക്കിയ ഭക്ഷണം ഒരു സന്തോഷത്തോടെ കഴിക്കാൻ ഇല്ലാത്തൊരു അവസ്ഥ. സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് ഭർത്താവും മക്കളും നമ്മളും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെയുള്ളൊരു സമാധാനവും കൂടി ഇല്ല എന്നൊക്കെ ആ സഹോദരി പറയുന്നുണ്ട്. വല്ലാണ്ട് വിഷമത്തിലാണ്. കേട്ടപ്പോൾ തന്നെ മനസ്സിന് വല്ലാണ്ട് ഒരു ടെൻഷനായിപ്പോയി. ചെറിയ മക്കളാണ് വീട്ടിലുള്ളത്. അള്ളാഹു എല്ലാം ഹൈറിലാക്കി കൊടുക്കട്ടെ, സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ഇന്നത്തെ ദിക്ർ നിങ്ങളെല്ലാവരും എഴുതിയെടുക്കുക. ഒരു കാര്യത്തിന് ഒരു ഹലാലായിട്ടുള്ളൊരു കാര്യത്തിന് നിങ്ങൾക്ക് ഇതേപോലെ ചൊല്ലിയാൽ ഫലം കിട്ടും, 100% ഉറപ്പാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.